ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ കാണാൻ പോകുന്ന സർക്യൂട്ട് സോയിൽ മോയ്സ്ചർ സെൻസർ ആണ്. അതായത് സോയിലിലെ മോയ്സ്ചർ കണ്ടന്റ് നമ്മൾ നോക്കിയിട്ട് അത് സെൻസ് ചെയ്യുന്ന ഒരു സെൻസർ ആണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ ആർഡിനോയുടെ ഹെൽപ്പോടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ചെയ്യാൻ നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മൾ ആദ്യം നമ്മുടെ ബ്രൗസർ നമ്മൾ എടുത്തു. ഇവിടെ നമ്മുടെ ബ്രൗസർ ഗൂഗിൾ ക്രോം ആണ്. നമുക്കിവിടെ ടിങ്കർ കാർഡ് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ ടിങ്കർ കാർഡ് സെർച്ച് ചെയ്യാൻ കൊടുക്കുകയാണ്. ഓക്കെ, ടിങ്കർ കാർഡ് വന്നു. ടിങ്കർ കാർഡ് നമ്മൾ ക്ലിക്ക് ചെയ്തു. ടിങ്കർ കാർഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനാണ് പോകുന്നത്. ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് ആണ്. അതുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ സർക്യൂട്ട്സ് ക്ലിക്ക് ചെയ്തു. നമുക്കൊരു പുതിയ വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നമുക്ക് വേണ്ട കമ്പോണൻസ് നമ്മൾ എടുക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് അർഡിനോ ആണ്. അർഡിനോ എടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു ലൈറ്റ് ബൾബ് ആണ് ആവശ്യം. ലൈറ്റ് ബൾബ് എടുത്തു. ഓക്കെ, ലൈറ്റ് ബൾബ് എടുത്തു. ഇനി നമുക്കൊരു സോയിൽ മോയ്സ്ചറൈസ് സെൻസർ കൂടെ ആവശ്യമാണ്. നമ്മൾ അതോടെ സെർച്ച് ചെയ്തെടുക്കുകയാണ്. നമുക്ക് വേണ്ട കമ്പോണന്റ് പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ കമ്പോണന്റ് താഴെ വിസിബിൾ ആവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ട്രാക്ക് ചെയ്ത് നമ്മുടെ വിൻഡോയിലേക്ക് വെച്ചാൽ മതി കേട്ടോ. നമ്മുടെ ആ ക്യാൻവാസിലേക്ക്, നമ്മുടെ സർക്യൂട്ടിന്റെ ക്യാൻവാസിലേക്ക് വെച്ചാൽ. സോയിൽ മോയ്സ്ചർ സെൻസർ കണ്ടോ, ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ അതും എടുത്തു വെച്ചു. അപ്പൊ നമ്മൾ ഇനി നമ്മുടെ കണക്ഷൻ ചെയ്യാൻ പോവാണ്. കണക്ഷൻ നമുക്ക് പറയാം. നോക്കിക്കേ, നമ്മുടെ ലൈറ്റ് ബൾബിന് രണ്ട് ടെർമിനൽസ് ആണ്. ടെർമിനൽ 1ഉം ടെർമിനൽ 2ഉം. ടെർമിനൽ 1 നമ്മൾ ഗ്രൗണ്ട് ചെയ്യും. നമ്മുടെ വയർ നമുക്ക് നേരെയാക്കി കൊടുക്കാം. വയർ നമുക്കിനി നമ്മൾ കളർ ചേഞ്ച് ചെയ്ത് നമുക്ക് വയറിന് ബ്ലാക്ക് കളർ കൊടുക്കാം. ഓക്കെ, നമ്മുടെ വയർ ക്ലിക്ക് ചെയ്യാതെ പോയതുകൊണ്ട് ബ്ലാക്ക് കളർ ആയില്ല. നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലാക്ക് കളർ കൊടുക്കാം. ഓക്കെ, നമ്മുടെ വയറിന് ബ്ലാക്ക് കളർ വന്നു. ഇനി നമുക്ക് ലൈറ്റ് ബൾബിന്റെ ടെർമിനൽ 2 നമുക്ക് ഇവിടെ കൊടുക്കാന്നറിയാവോ? നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ പിൻ 11ലേക്ക് കണക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഡീറ്റെയിൽ പിൻ 11. നമ്മളിവിടെ കണക്ട് ചെയ്തു. ഇവിടെ നമ്മൾ വയറൊക്കെ നേരെയാക്കി കൊടുത്ത ശേഷം നമ്മൾ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. നമ്മളൊരു ഓറഞ്ച് കളർ കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ ലൈറ്റ് ബൾബിന്റെ ടെർമിനൽ 1ഉം ടെർമിനൽ 2ഉം നമ്മൾ കണക്ട് ചെയ്തു. നമ്മൾ അർഡിനോയുമായിട്ട് കണക്ട് ചെയ്ത് ടെർമിനൽ 1 നമ്മൾ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്തു. ടെർമിനൽ 2 നമ്മൾ എവിടെ കണക്ട് ചെയ്തു ചോദിച്ചാൽ ഡിജിറ്റൽ പിൻ 11ലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ സോയിൽ മോയ്സ്ചർ സെൻസറിന്റെ കണക്ഷൻ നോക്കിയാൽ ഇതൊരു പവറും പിന്നെ എന്താ ഒരു ഗ്രൗണ്ടും ഒരു സിഗ്നലും ഉള്ളത്. അപ്പൊ നമ്മൾ പവർ നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ അർഡിനോയുടെ VCC5ലേക്ക് കൊടുക്കും. 5 വോൾട്ടിലേക്ക് നമ്മൾ കൊടുക്കും. സോയിൽ മോയ്സ്ചറിന് പവർ കൊടുക്കുന്ന എവിടെയാ? 5 വോൾട്ടില. എവിടെയാ? അർഡിനോയുടെ 5 വോൾട്ടില് നമ്മൾ അങ്ങോട്ട് കണക്ഷൻ കൊടുക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ മറ്റേതുപോലെ തന്നെ വയറൊക്കെ നേരെയാക്കി കുറച്ചുകൂടെ ഒന്ന് താപ്പോട്ടാക്കാം കേട്ടോ. നമുക്ക് ഗ്രൗണ്ട് ഒക്കെ കൊടുക്കാൻ സൗകര്യമില്ല. അപ്പം വേണ്ടി ഇനിയും വയേഴ്സ് താപ്പോട്ട് വരാനുണ്ട്. അപ്പൊ നമുക്ക് അതിന് കണക്ഷന്റെ സൗകര്യത്തെ നമുക്ക് വയേഴ്സും താപ്പോട്ടാക്കി കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് പവർ ആയതുകൊണ്ട് നമുക്ക് റെഡ് കളർ കൊടുക്കാം. ഇനി നമുക്ക് സോയിൽ മോയ്സ്ചർ സെൻസറിന്റെ ഗ്രൗണ്ട് എടുക്കാം. ഓക്കെ, ഗ്രൗണ്ട് എടുത്തു. ഗ്രൗണ്ട് നമ്മൾ അർഡിനോയുടെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണേ. ഓക്കെ, ഇവിടെ നമുക്ക് വയറൊക്കെ നേരെയാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ എന്താ ഗ്രൗണ്ട് നമ്മൾ എപ്പോഴും കൊടുക്കാതെ നമ്മുടെ ബ്ലാക്ക് കളർ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു കണക്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ. അതായത് നമ്മുടെ സോയിൽ മോയ്സ്ചർ സെൻസറിന്റെ സിഗ്നൽ അതെടുത്ത് നമുക്ക് ഡീറ്റെയിൽ പിൻ 3ലേക്ക് കൊടുക്കാം. അപ്പൊ നമ്മള്
ആ കണക്ഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആ വയറിന് ചെറിയ വളവ് പോലെ കുത്തുന്നതോടെ നമുക്ക് സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കണക്ഷന് വളരെ കുറച്ച് വയറിങ്സേ ഉള്ളൂ. പക്ഷേ ഈ സർക്യൂട്ട് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു സർക്യൂട്ടാണ്. എന്താ സാധാരണ നമ്മുടെ സാധാരണ ജീവിതം നയിക്കുന്ന നമ്മുടെ കർഷകരെ പോലുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണിത്. നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ട് ഒക്കെ പൊതുവെ വലിയ വലിയ ഇലക്ട്രോണിക് സാധനങ്ങൾ ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ സർക്യൂട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സർക്യൂട്ടാണ് ഇത് കേട്ടോ. അതായത് നമ്മുടെ സോയിലിൽ എത്രത്തോളം മോയ്സ്ചറൈസ് ഉണ്ടെന്ന മോയ്സ്ചറൈസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. അപ്പൊ അതിനുവേണ്ടി ഈ സർക്യൂട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് വളരെ സിമ്പിൾ ആയ സർക്യൂട്ട് ആണ്. വളരെ കുറച്ച് കമ്പോണൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളപ്പം സോയിൽ മോയ്സ്ചർ ചെക്ക് ചെയ്യാൻ നമ്മൾ അർഡിനോ ഉപയോഗിച്ച സർക്യൂട്ട് ആണ് ചെയ്തത്. നമുക്ക് ഇതിന്റെ കോഡ് നോക്കാം. ഞാൻ കോഡ് ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബ്ലോക്ക് മാറ്റി ടെക്സ്റ്റ് ആക്കാം, കണ്ടിന്യൂ കൊടുക്കാം. ഇവിടെ ഓൾറെഡി കിടക്കുന്ന നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന കോഡ് നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കോഡ് ഹൈഡ് ചെയ്തിട്ട് സ്റ്റാർട്ട് സിമുലേഷൻ കൊടുക്കാം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് സിമുലേഷൻ കൊടുത്തപ്പോൾ തന്നെ നമ്മൾ ലൈറ്റ് ബൾബ് കത്തി നിൽപ്പുണ്ട്. അതെന്താ ബൾബ് കത്തി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ നോക്കിയാലോ. ഇതാണ് നമ്മുടെ സോയിൽ മോയ്സ്ചർ സെൻസർ. നമ്മുടെ സോയിൽ മോയ്സ്ചർ കണ്ടന്റ് വെരി ലോ ആയി നിൽക്കുമ്പോൾ, അതായത് മോയ്സ്ചറൈസ് തീരെ ഇല്ലാത്ത സമയത്ത് നമ്മുടെ ബൾബ് ഗ്ലോ ചെയ്ത് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യും മോയ്സ്ചർ കുറവാണ്, കൃഷിയൊക്കെ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ കൂടുതൽ വെള്ളം ആഡ് ചെയ്യണം, നമുക്ക് വെള്ളം ഉണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റും നമ്മുടെ സോയിലിൽ എന്ന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കും ലൈറ്റ് ബൾബ്. ഓക്കെ, നമ്മൾ ഇനി ഇത് മോയ്സ്ചർ കണ്ടന്റ് കൂട്ടി കൊടുത്താലോ. ഓക്കെ, നമുക്ക് ഇത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടി കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ഇവിടെ നോബ് വെച്ച് അഡ്ജസ്റ്റ് കൂട്ടി കൊടുത്ത് സോയിലിലെ മോയ്സ്ചർ കണ്ടന്റ് കൂടി വന്നപ്പോൾ നമ്മുടെ ലൈറ്റ് എന്തായി, ഓഫ് ആയി. അപ്പൊ ഇത് നോക്കി കൂടി നമ്മൾ മാക്സിമം ലൈറ്റ് ഓഫ് ആയി. ഇനി സോയിൽ മോയ്സ്ചർ കണ്ടന്റ് കുറഞ്ഞാൽ ലൈറ്റ് എന്താവും, ഓൺ ആവും. കണ്ടോ, ഓൺ ആയിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സോയിലിൽ വാട്ടർ കണ്ടന്റ് കുറവാണ്. നമ്മൾ ആ സോയിലിൽ എന്തെങ്കിലും കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോയിലിൽ വാട്ടർ കണ്ടന്റ് കുറവാണ്, നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ ആ കൃഷിക്ക് ആവശ്യമായ വാട്ടർ നമുക്ക് അവൈലബിൾ ആക്കാം. മനസ്സിലായി. ഇങ്ങനെ ഇത് കൃഷി ചെയ്യുന്നവർക്കും ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു സർക്യൂട്ടാണ് ഇത് കേട്ടോ. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന സർക്യൂട്ടാണ്. വളരെ കുറച്ച് കമ്പോണൻസും വളരെ കുറച്ച് വയറിങ്സുകളും നമുക്ക് അത് വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ സാധിക്കും അർജുനോടെ ഹെൽപ്പോടെ. കണ്ടോ, അത് കൂടിയപ്പോൾ ലൈറ്റ് ഓഫ് ആയി, ഇത് കുറഞ്ഞപ്പോൾ ലൈറ്റ് ഓൺ ആയി. കണ്ടോ, അപ്പൊ ഇത് എല്ലാവർക്കും അത്യാവശ്യം നല്ല മിനി പ്രൊജക്റ്റ് ആയിട്ടൊക്കെ ചെയ്ത് നോക്കിയാൽ ഒരുപാട് ഇതുള്ള ചാൻസ് ഉള്ള ഒരു ഇതാണ്. അപ്പൊ നമ്മുടെ ഡെയിലി ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ. അപ്പൊ എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കാം. കോഡ് ഇതിലൂടെ തന്നെ അവൈലബിൾ ആയിരിക്കും. ഈ സർക്യൂട്ട് എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.